ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ശ്യാമയുടെ പാട്ട് കേട്ട് GK സാറ് ശ്യാമയെ അഭിനന്ദിക്കുന്ന സമയം തന്നെ വിസ്മയുടെ പാട്ട് കേട്ട് വിസ്മയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് പ്രൊഡ്യൂസറും മറ്റും. അവർ വിസ്മയുടെ പാട്ടിനെയും സ്വരത്തിനെയും ആ താളം മാധുര്യയും ഒക്കെ അഭിനന്ദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് അരുന്ധതി വിസ്മയുടെ പാട്ടിനെയും വിസ്മയുടെ കഷ്ടപ്പാടിനെയും കുറിച്ച് അവരോട് പറയുന്നുണ്ട്. അതിന്റെയൊക്കെ ക്വാളിറ്റി ആ ശബ്ദത്തിൽ കാണാറുണ്ടെന്ന് അവരും പറയുന്നു. ഐശ്വര്യമായിട്ട് വാങ്ങിക്കോളൂ, അടുത്ത പാട്ടിനുള്ള അഡ്വാൻസ് ആണ് എന്ന് പറഞ്ഞ് കുറച്ച് പണം അവരെ ഏൽപ്പിക്കുകയാണ് പ്രൊഡ്യൂസർ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് വിസ്മയുടെ അടുത്ത പാട്ടും സൂപ്പർ ഹിറ്റ് ആവും, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവരിറങ്ങുന്നു. വളരെ സന്തോഷത്തിലാണ് അരുന്ധതിയും വിസ്മയും. അടുത്ത പാട്ടിന് അഡ്വാൻസ് വാങ്ങി, ഇനി ആ ശ്യാമയെ പാടാൻ സമ്മതിപ്പിച്ചെടുക്കുന്ന കാര്യമാണ് പ്രയാസം എന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ വിസ്മയെ പറയുന്നു, ഇനി സെന്റിമെന്റ്സിലൊന്നും അവള് വീടില്ല, ക്യാഷ് കൊടുക്കണം. നമുക്ക് കിട്ടുന്നതിൽ കുറച്ചെങ്കിലും അവൾക്ക് കൊടുത്തേ പറ്റൂ, എന്നാലേ അവള് സമ്മതിക്കൂ. അത് വേണോ, അല്ലാതെ നമുക്ക് മറ്റു വഴിയെങ്കിലും ആലോചിച്ചാൽ എന്താ എന്ന് അരുന്ധതി പറയുന്നുണ്ട്. ക്യാഷ് കണ്ട അവളുടെ കണ്ണ് മഞ്ഞളിക്കും മമ്മി, അല്ലാതെ അവളുടെ കാല് പിടിച്ചിട്ട് ഇനി കാര്യമില്ല. എന്തായാലും അടുത്ത പാട്ടിന് ഇനിയും സമയമുണ്ടല്ലോ, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പോ പാട്ട് ഹിറ്റായ സന്തോഷത്തിൽ നമുക്ക് ഔട്ടിങ്ങിന് പോയാലോ എന്നൊക്കെ വിസ്മയ പറഞ്ഞപ്പോൾ ഐസ്ക്രീം കഴിക്കാനല്ലേ, അയ്യോ ശബ്ദം തൊണ്ട കേടാവും എന്നൊക്കെ അരുന്ധതി പറഞ്ഞിട്ട് അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ശബ്ദവും തൊണ്ടയൊക്കെ എനിക്ക് വേണ്ടി ശ്യാമ സംരക്ഷിച്ചോട്ടെ, ഇനിയും ഞാൻ അവളെ കൊണ്ട് പാടിപ്പിക്കും, ഞാൻ ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുകയും ചെയ്യും എന്നൊക്കെ വിസ്മയെ പറയുന്നു. അപ്പം ശ്യാമയും തമ്മിലിരുന്ന് സംസാരിക്കുകയാണ്. നാളെ വിവാഹ വാർഷികമല്ലേ, അപ്പോ ഇവിടെ നല്ല ആഘോഷങ്ങളൊക്കെ നടത്തേണ്ടതല്ലേ എന്നൊക്കെ അപ്പു ചോദിക്കുന്നുണ്ട്. വെഡിങ് ആനിവേഴ്സറിക്ക് എന്തായാലും സാറിന് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അതിനെ കുറിച്ച് ക്യാഷൊക്കെ വേണ്ടേ, അതിനെ എവിടെ പോയി ഒപ്പിക്കാനാണ് എന്നൊക്കെ അപ്പു പറയുന്നുണ്ട്. എങ്ങനെയായാലും ഗിഫ്റ്റ് വാങ്ങിച്ചേ പറ്റൂ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ നമുക്ക് അച്ഛനോട് ചോദിച്ചാലോ എന്ന് അപ്പു പറയുന്നു. നമ്മുടെ അച്ഛന്റെ കയ്യിൽ അത്രയും രൂപ എവിടെന്നാ അപ്പു, അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്താൻ അച്ഛൻ ബുദ്ധിമുട്ടുവാണെന്ന് നിനക്ക് അറിയില്ലേ? അത് കേട്ട് അപ്പു പറയുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യാനാണെന്ന്. ഉണ്ണിക്കണ്ണൻ, അങ്ങനെ ചേച്ചിയെ കൈവിടില്ല, ചേച്ചി പ്രാർത്ഥിക്ക്, കണ്ണൻ എന്തെങ്കിലും വഴി കാണിച്ചു തരും എന്നൊക്കെ അപ്പു പറഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് വിസ്മയ ഒരു സ്ഥലത്ത് നിന്ന് ആലോചിക്കുന്നു. അത്രയ്ക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാ ശ്യാമ ഇവിടെ വരാൻ സമ്മതിച്ചത്. ഇനി അവളെ പിടിച്ചാൽ കിട്ടില്ല, ഇനി തന്ത്രത്തിൽ കൂടെ നിർത്തണം, ഇല്ലെങ്കിൽ എനിക്ക് തന്നെയാ പ്രശ്നം. ആ സമയം ശ്യാമ സ്കൂട്ടറിൽ അവിടെ എത്തി. ശ്യാമയെ കണ്ടതും ദേഷ്യത്തോടെ വിസ്മയെ ഒന്ന് നോക്കി, പിന്നെ ശ്യാമയെ കാണിക്കാൻ വേണ്ടി ഒന്ന് ചിരിച്ചു കാണിക്കുന്നു. ഒട്ടും താല്പര്യമില്ലാതെ ശ്യാമ വിസ്മയുടെ അടുത്തേക്ക് വന്നു. എന്താ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വിസ്മയെ പറയുന്നു, ശ്യാമയെ നേരിട്ട് കണ്ട് സന്തോഷം അറിയിക്കാനാ ശ്യാമയുടെ പാട്ട് ഞാൻ കേട്ടു, അത്ഭുതപ്പെട്ടു പോയി. കൺഗ്രാറ്റ്സ് ശ്യാമ. ഇത് കേട്ട് ശ്യാമ സന്തോഷം എന്ന ഒരൊറ്റ വാക്കിൽ ഒതുക്കുന്നു. എന്തായാലും ആ പാട്ട് സൂപ്പർ ഹിറ്റ് ആവും ശ്യാമ, അത് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിസ്മയ കാറിന്റെ ഡോറ് തുറന്ന് അതിൽ നിന്നും ഒരു സാധനം എടുക്കുന്നു. അത് കുറച്ച് പണമാണ്, ദാ ഇത് ശ്യാമയ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ശ്യാമയുടെ നേരെ ആ ക്യാഷ് നീട്ടുകയാണ് വിസ്മയ. എന്തായിരുന്നു ശ്യാമ ചോദിക്കുന്നു. ഇത് എനിക്ക് കിട്ടിയ പ്രതിഫലമാണ്, ആ പാട്ട് ശ്യാമയാണല്ലോ പാടിയത്, അപ്പോ ശരിക്കും അതിന്റെ പകുതി ക്യാഷ് ശ്യാമയ്ക്കുള്ളതാണ്, അതുകൊണ്ടാ. ഇത് വാങ്ങിക്കോളൂ, ഞാൻ സ്നേഹത്തോടെ തരുന്നതാണ് എന്ന് വിസ്മയ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, ഇപ്പോഴെങ്കിലും വിസ്മയ്ക്ക് ആ സ്നേഹം തോന്നിയല്ലോ, സന്തോഷം. എന്താ ഇപ്പൊ ഇങ്ങനെ പുതിയൊരു സന്തോഷം തോന്നാൻ? വിസ്മയെ പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ എന്നെ ഗായികയാക്കിയത് ശ്യാമയാണ്, എന്തായാലും ആ നന്ദി എനിക്ക് മറക്കാൻ സാധിക്കില്ലല്ലോ. ശ്യാമ പറയുന്നു, ഇത്രയും നാളെ നന്ദി എവിടെയായിരുന്നോ, അല്ല മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ആ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശേഷം ഞാൻ ആകെ മാറി, ശ്യാമയുടെ മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പാവ ശ്യാമ, ഞാനും മമ്മിയും ഒരുപാട് വിഷമിപ്പിച്ചു, എനിക്ക് മാത്രമല്ല മമ്മിക്കും നല്ല വിഷമമുണ്ട്. അതൊക്കെ പറഞ്ഞ് ഞാനും മമ്മിയും ഒരുപാട് കരഞ്ഞു. ശ്യാമയെ ഫേസ് ചെയ്യാൻ പറ്റാത്തോണ്ട് അമ്മ എന്റെ കൂടെ വരാഞ്ഞത്, അതെന്തായാലും നന്നായെന്ന് ശ്യാമ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, എന്തായാലും എല്ലാത്തിലും എനിക്ക് പ്രായച്ചിത്തം ചെയ്യണം, അതിനുവേണ്ടിയാണ് ഈ തുക ഞാൻ ശ്യാമയ്ക്ക് തരുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും ശ്യാമയുടെ നേരെ ആ ക്യാഷ് നീട്ടുകയാണ് വിസ്മയ. അങ്ങനെ വീണ്ടും എന്നെ കൊണ്ട് പാടിപ്പിക്കാനല്ല അല്ലേ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വിസ്മയ പറയുന്നു, അയ്യോ പാടിക്കാനോ, എന്റെ ഒന്നും അറിയാത്തതുപോലെ വിസ്മയ്ക്ക് വേണ്ടി വീണ്ടും എന്നെ കൊണ്ട് പാടിപ്പിക്കാനുള്ള തന്ത്രമല്ലേ എന്നാ ഞാനിപ്പോ ചോദിച്ചതെന്ന് ശ്യാമ. ശ്യാമയെ തെറ്റുകൾ ഏറ്റു പറഞ്ഞു വരുന്ന ഒരാളെ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കരുത്, ഹൃദയം പൊട്ടുന്ന വേദനയോടെ ഇപ്പോ ഞാൻ ശ്യാമയുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് വിസ്മയെ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, അയ്യോ ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്, ഇവിടെ വെച്ച് ഹൃദയം പൊട്ടല്ലേ, അത് ഭയങ്കര പ്രശ്നമാവും. സ്നേഹത്തിന്റെയും കടപ്പാടിന്റെയും ഭീഷണിയുടെയും പേരിൽ എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, ഇനിയും ശ്യാമയെ പറ്റിക്കാൻ പറ്റില്ല എന്ന് വിസ്മയ ചെന്ന് വിസ്മയുടെ അമ്മയോടൊന്ന് പറഞ്ഞേക്കേ. വിസ്മയ ഇപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നതേ നിന്നോടും അമ്മയോടും ചില കാര്യങ്ങൾ പറയാനാ. ഇനി പഴയ എഗ്രിമെന്റ് പാട്ട് എന്നൊക്കെ പറഞ്ഞ് അമ്മയും മകളും എന്റെ പിറകെ വരരുത്, ഇനി പാടുന്നത് ശ്യാമയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും, ഓർമ്മയിരിക്കട്ടെ എന്ന് വിസ്മയ്ക്ക് വാണിങ്ങി കൊടുക്കുകയാണ് ശ്യാമ. മറ്റൊന്നും പറയാനാകാതെ വിസ്മയ നിന്നപ്പോൾ ശ്യാമ സ്കൂട്ടറും എടുത്ത് അവിടെ നിന്നും പോകുന്നു. എപ്പോഴും ശ്യാമയുടെ നിലപാട് ഇങ്ങനെ തന്നെ ആയാൽ കൊള്ളാം. തിരിഞ്ഞ് ശ്യാമ ഒന്ന് വിസ്മയെ നോക്കിയിട്ടാണ് പോകുന്നത്.
പണി പാളിയല്ലോ എന്ന് നിരാശയോടെ വിസ്മയ നിൽക്കുന്നു. ശ്യാമ പറഞ്ഞ വാക്കുകൾ വീണ്ടും ആലോചിക്കുകയാണ് വിസ്മയ. പിന്നീട് കാണിക്കുന്നത് അഖിൽ പച്ചക്കറി കടയിൽ ഇങ്ങനെ പച്ചക്കറിയൊക്കെ പരക്കെ അടുക്കി വെക്കുകയാണ്. അവിടേക്ക് അരുണും ഐശ്വര്യയും കൂടി കാറിൽ വന്നിറങ്ങുന്നു. അവർ രണ്ടുപേരും അഖിലിന്റെ അടുത്തേക്കാണ് വരുന്നത്. അഖി വല്ലാണ്ട് മെലിഞ്ഞു പോയല്ലോ, ആകെ പ്രാകൃതമായി പോയി, അത്രയ്ക്ക് കഷ്ടപ്പാടാണ് ഇവിടെ അല്ലേ? ആ ശ്യാമയ്ക്കും കൂടി ഇവിടെ വന്ന് സഹായിച്ചാൽ എന്താ? അഖിയെ കഷ്ടപ്പെടാൻ വിട്ടിട്ട് അവൾ എന്ത് ചെയ്യും അവിടെ? എനിക്ക് ഐശ്വര്യ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു, ഇതിലൊന്നും എനിക്ക് കഷ്ടപ്പാടായിട്ട് തോന്നുന്നില്ല. അഖി അങ്ങനെ പറയൂ, പക്ഷെ നല്ലൊരു ജീവിതം പാഴാക്കി കളയാണ്, പറഞ്ഞേക്കാം എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, അഖി നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാണ്, പോകുന്ന വഴി നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അല്ല, നാളെ വെഡിങ് ആനിവേഴ്സറിക്ക് അഖി ശ്യാമയ്ക്ക് എന്ത് ഗിഫ്റ്റാ കൊടുക്കുന്നത് എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ അഖിലിന്റെ മുഖം വാടി. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അഖിൽ എനിക്ക് 1 lakhന്റെ ഡയമണ്ട് നെക്ലസ് ആണ് തന്നത്. അതിൽ കുറയാതൊരു ഗിഫ്റ്റ് അഖി ശ്യാമയ്ക്ക് കൊടുക്കണം. ഞങ്ങൾ ജ്വല്ലറിയിലേക്കാണ്, അഖി വരുന്നുണ്ടെങ്കിൽ കാറിലേക്ക് കയറിക്കോ, വേണമെങ്കിൽ ശ്യാമയും കൂടി വിളിച്ചോ, അവിടെ നല്ല സെലക്ഷൻ ആണ്, നെക്ലസ് സെലക്ട് ചെയ്യാൻ ഞാൻ സഹായിക്കാം എനിക്ക് ഐശ്വര്യ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട്, അത് വേണ്ട, നിങ്ങൾ പോയിക്കോളൂ. അഖി, ജീവിതം ഒന്നേ ഉള്ളൂ, ഓരോ നിമിഷവും ജീവിതം അടിച്ചു പൊളിക്കണം, അങ്ങനെയാണ് ജീവിച്ച് തീർക്കേണ്ടത്. അയ്യോ, അത് ഞാൻ ഓർത്തില്ല, ഷോപ്പിംഗ് മോളിലും ജ്വല്ലറിയിലൊക്കെ പോണെങ്കിൽ ഈ വേഷം പറ്റില്ലല്ലോ. അഖിൽ പറയുന്നുണ്ട്, അതിന് ഞാനെങ്ങും വരുന്നില്ലല്ലോ. അയ്യോ, ഇപ്പൊ തോന്നുമ്പോ വരാനും പോകാനും ഒക്കെ ഇവിടെ കാറില്ലല്ലോ, ഓട്ടോ വിളിക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ എന്നൊക്കെ ഐശ്വര്യ പരിഹാസത്തോടെയാണ് അഖിലിനോട് പറയുന്നത്. ഐശ്വര്യം മതി, എന്നാ പിന്നെ ഞങ്ങൾ ചെല്ലുകയാണ് അഖിലെ എന്ന് അരുൺ അഖിലിനോട് പറയുന്നു. ഐശ്വര്യയുടെ വാക്ക് കേട്ട് വളരെ ദേഷ്യത്തോടെ അഖിൽ ഐശ്വര്യ നോക്കുന്നു. ശരിയാക്കി, എന്നാ നാളെ ഡയമണ്ട് നെക്ലസ് ഒക്കെ ഇട്ട് ശ്യാമയോട് അടിപൊളിയായിട്ട് വരാൻ പറയണേ, ഓക്കെ എന്നൊക്കെ ഒന്നുകൂടി ഐശ്വര്യ അഖിലിനോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാൽ ഇതൊക്കെ കേട്ട് വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് അഖിൽ. തന്റെ ബാസ്ക്കറ്റിലെ പണം നോക്കുകയാണ് അഖിൽ. അതിൽ കുറച്ച് നോട്ടുകൾ മാത്രം. നാളെ ശ്യാമയ്ക്ക് എന്ത് സമ്മാനം കൊടുക്കുക ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തായാലും ശ്യാമയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് തന്നെ കൊടുക്കണം എന്ന് അഖിൽ വിചാരിക്കുന്നുണ്ട്. ഇതേ സമയം അപ്പുവും ശ്യാമയും വീട്ടിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സാറിന് എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്ന്. ചേച്ചി, ഒരു വഴിയുണ്ട്, അടിച്ചു മാറ്റുന്നു, ക്യാഷ് അടിച്ചു മാറ്റുന്നു എന്ന് അപ്പു. അഖിലേട്ടന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ ചേച്ചിക്ക് രൂപ വേണോ? അതിന് നമ്മൾ അടിച്ചു മാറ്റുന്നു എന്ന് അപ്പു. ചേച്ചിക്ക് ട്യൂഷൻ അഡ്വാൻസ് കിട്ടിയ രൂപ ജയന്തി എടുത്തയുടെ കയ്യിലല്ലേ, നമുക്ക് അത് അടിച്ചു മാറ്റാന്നാ പറഞ്ഞത് എന്ന് അപ്പു പറഞ്ഞപ്പോൾ, ഏയ് അതൊന്നും വേണ്ട എന്ന് ജയന്തി. സാരമില്ല, എന്തായാലും അത് ചേച്ചിയുടെ രൂപയല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാനാണോ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ പഠിപ്പിച്ചത്? ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നൊക്കെ ശ്യാമ അപ്പുവിനെ ഉപദേശിക്കുന്നു. നമുക്ക് നേരായ വഴി എന്തെങ്കിലും നോക്കാം, എന്താ എന്ന് ശ്യാമ. എന്നാ നമുക്ക് ജയന്തി അടുത്തിയോട് നേരിട്ട് ചോദിച്ചാലോ എന്ന് അപ്പു പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, അത് ഉറപ്പില്ല, എന്നാലും നോക്കാം. ആ സമയം പച്ചക്കറി കടയിൽ നിൽക്കുകയാണ് അഖിൽ. എങ്ങനെയും ശ്യാമയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അഖിൽ. അവിടേക്ക് പച്ചക്കറി വാങ്ങാനായി ഒരാളെത്തി. കുറച്ച് തോനെയും സാധനം വേണം, വണ്ടി ഇപ്പോ വരും, അവിടേക്ക് സാധനങ്ങൾ എത്തിക്കണം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ആ സമയം അയാൾക്കൊരു ഫോൺ വരികയും ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്നു. അഖിലാണെങ്കിൽ പച്ചക്കറി എടുക്കുന്നു. എന്താ ചേട്ടാ, എന്താ പ്രശ്നം എന്ന് അഖിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഒരാൾ പാചകത്തിന് സഹായിക്കാൻ വരാന്ന് പറഞ്ഞതാ, ഇപ്പൊ വിളിച്ചു പറയാ വരില്ലാന്ന്. ഇപ്പൊ പാചകം തുടങ്ങിയാലേ നാളെ വെളുപ്പിനെങ്കിലും തീരൂ. ഒരു അത്യാവശ്യത്തിന് 5000 രൂപ കൊടുക്കാന്ന് പറഞ്ഞു, അതും വേണ്ടാന്ന്. ഈ അവസാന നിമിഷത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ? സഹായിയായിട്ട് ഞാൻ വന്നാ മതിയോ എന്ന് അഖിൽ ചോദിക്കുന്നു. ആ 5000 രൂപ എനിക്ക് തരുമോ എന്ന് അഖിൽ ചോദിച്ചപ്പോൾ മുൻപരിചയം ഉണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. സാരമില്ല, വന്നോളൂ, ഉറക്കം ഒഴിയേണ്ടി വരും, പിന്നെ കരിയും പുകയും ചൂടും എല്ലാം കൊള്ളേണ്ടി വരും എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അതൊന്നും സാരമില്ല, എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം എന്ന് അഖിൽ. ഞാൻ ഈ കടയടയ്ക്കേണ്ട താമസേ ഉള്ളൂ, ഇപ്പൊ വരാം എന്ന് അഖിൽ പറയുന്നുണ്ട് അദ്ദേഹത്തോട്. ശ്യാമയാണെങ്കിൽ ജയന്തിയോട് കാശ് ചോദിച്ചിട്ടും അത് തിരികെ തരുന്നില്ല. ജയന്തിയുടെ അടുത്ത് ചോദിച്ച പലിശ തരാന്ന് വരെ പറഞ്ഞു, എന്നിട്ടും അവര് രൂപ തരുന്നില്ലല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും ചേച്ചി എന്നൊക്കെ അപ്പു പറയുന്നു. എനിക്കൊന്നും അറിയില്ല അപ്പു എന്ന് ശ്യാമയും. ജയന്തിയുടെ അടുത്ത് പൈസ തരണമെങ്കിൽ സ്വർണ്ണമാലയോ വളയോ എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുക്കണോ അത്രേ എന്ന് അപ്പു പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ദേവകി അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു അവളെ എന്ന് ദേവകി. അത് മാത്രമല്ല, ജോലിയും കൂലിയും ഇല്ലാത്ത നീ എങ്ങനെ പൈസ തിരിച്ചു തരാനാ? നിന്റെ ഭർത്താവ് അഖിലിന് ഒരു ഗതിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കി. അത് കേട്ട് ശ്യാമ പറയുന്നു, ഞങ്ങളുടെ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറിയാ, അപ്പൊ എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഗിഫ്റ്റ് അഖിൽ സാറിന് കൊടുക്കാനുള്ളതായിരുന്നു. പല വഴിയും നോക്കി, എനിക്ക് വിധിയില്ല എന്നൊക്കെ വളരെ വിഷമത്തോടെ ശ്യാമ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ദാ ഇതിന്റെ താലിമാലയാണ്, സ്വർണ്ണമാണ്, ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞ് ആ മാല ഊരാൻ തുടങ്ങുകയായിരുന്നു ദേവകി. എന്നാൽ ശ്യാമ അതിനെ തടയുന്നു. ഇതിപ്പോ കഴുത്തിൽ കിടന്നിട്ട് എന്തിനാ, താലി ഞാൻ എന്റെ ചരടിൽ കോർത്തോളാം, സാരമില്ലെന്നൊക്കെ ദേവകി പറഞ്ഞപ്പോൾ, വേണ്ടമ്മേ, അതൊന്നും വേണ്ടെന്ന് ശ്യാമ.
മോളെ, ഇവരുടെയൊക്കെ മുമ്പിൽ മോൾ എന്തിനാ ഇരക്കുന്നത്? മോൾ ഇത് വിൽക്കോ പണയം വിൽക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നും ദേവകി പറയുന്നു. അത് വേണ്ട, ഇത് എന്റെ അച്ഛൻ കെട്ടിയ താലിയാണ്, അത് എന്നും ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് ശ്യാമ. എന്റെ കണ്ണൻ ഇതെല്ലാം കാണുന്നുണ്ട്, ഒടുവിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി തരും, അത് മതി എന്നൊക്കെ ശ്യാമ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് GK സാറും പ്രൊഡ്യൂസറും ശ്യാമയുടെ വീട്ടിലേക്ക് വരുന്നു. കൃഷ്ണ തുളസി എന്ന ശ്യാമയുടെ പാട്ട് ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ശ്യാമയെ നേരിട്ട് അഭിനന്ദിക്കാനാണ് ഞങ്ങൾ വന്നത്. അത് കേട്ട് ശ്യാമ പറയുന്നുണ്ട്, എല്ലാം ഭഗവാന്റെ കാരുണ്യമാണ് സാർ എന്ന്. ഞങ്ങളുടെ പുതിയ പാട്ട് അത് കൃഷ്ണ തുളസി എന്ന ശ്യാമ തന്നെ പാടണമെന്നും GK സാർ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ശ്യാമയും വീട്ടുകാരും നിൽക്കുന്നു. നിങ്ങൾ രണ്ടുപേരും എന്നോട് കാണിച്ച കാരുണ്യം ഞാൻ അത് ഒരിക്കലും മറക്കില്ല സാർ എന്നൊക്കെ ശ്യാമ. അടുത്ത നമ്മുടെ പാട്ടും ഇതിനേക്കാൾ ഹിറ്റ് ആവട്ടെ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ കുറച്ച് പണം ശ്യാമയെ ഏൽപ്പിക്കുന്നു. അച്ഛനെയും അമ്മയും നോക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ശ്യാമ ആ ക്യാഷ് വാങ്ങി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.